ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ക്രിഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ പറയുക, ഒരു തിങ്കളാഴ്ചയാണ്. ഞാൻ 3 ദിവസം വീഡിയോ ഇട്ടില്ല. അത് തേഞ്ഞ് ഒട്ടി നിൽക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂട്ടുണ്ടായില്ല. അതുകൊണ്ടാണ്. ഇനി എന്തായാലും കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ അതിരടി മൂവി കാണാൻ വേണ്ടി പോയി. അപ്പോൾ അതിരടി കണ്ടു. അടിപൊളി പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ ആയിരുന്നു. നല്ല നല്ല മൂവി. കുറേ നാളത്തിന് ശേഷമല്ല, വാഴേൻ്റെ ശേഷം നല്ലൊരു മൂവി കണ്ടു. വാഴേൻ്റെ ശേഷം ഞാൻ കണ്ടത് മോഹിനിയാട്ടമാണ് കേട്ടോ. ഭരതനാട്യം ടു മോഹിനിയാട്ടം. അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടതാണ് ഇത്. ഏത് അതിരടി ഇന്നലെയാണ് ഞാൻ പോയി കണ്ടത്. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ടിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഒരു ഇതുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ല, മൂടുണ്ടായി. പക്ഷെ ഗംഭീരമായിരുന്നു ആ സിനിമ. ഡയറക്ഷൻ വളരെയധികം നല്ലതായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരുടെ ഈഗോ ക്ലാഷ്, കോൺഫ്ലിക്റ്റ്, അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ഇവർ. അത് നല്ല കറക്റ്റ് മീറ്ററിലാണ് പോയത്. അപ്പോൾ പിന്നെ ഇവർ ഓരോരോ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോരോ ക്യാരക്ടറിനെ കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ്. അപ്പോൾ അവൻ്റെ കറക്റ്റായിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച്. പിന്നെ മ്യൂസിക് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനിക്കാറായപ്പോൾ ഒരു ടൊവിനോൻ്റെ ബിൽഡപ്പും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വിഷ്ണു വിജയ് ആണ് മ്യൂസിക്. അനിരുദ്ധനാണ് ഡയറക്ടർ. ഡയറക്ഷൻ ഗംഭീരമായിരുന്നു. ആ മ്യൂസിക് വിഷ്ണു വിജയാണ് ചെയ്തത്. ഒരാക്ഷൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇൻ്റർവെൽ ബ്ലോക്ക്, BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരാക്ഷൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ചമ്മൻ ചാക്കോ എഡിറ്റർ ചമ്മൻ ചാക്കോ ആണ്. ഒരു രക്ഷയില്ല. ഞാൻ പുള്ളീൻ്റെ ഭയങ്കര ഫാനാണ്, എഡിറ്ററിൻ്റെ. ചമ്മൻ ചാക്കോ എഡിറ്റർ. വിഷ്ണു വിജയൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്കൊക്കെ. പ്രേമലത്തെ മ്യൂസിക്, ഫാലിമിയിലത്തെ മ്യൂസിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തല്ലുമാലത്തെ മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചമ്മൻ ചാക്കോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എഡിറ്ററാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് എഡിറ്ററാണ് എൻ്റെ ചമ്മൻ ചാക്കോ. ഒരു രക്ഷയില്ലാത്ത എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് ഹാഫിലത്തെ മറ്റേ കോളേജിലത്തെ ഫെസ്റ്റ് നടക്കുന്നതാണെങ്കിലും ഇവിടെ ഉത്സവം നടക്കുന്നത്, രണ്ടും കൂടിയിട്ടുള്ളൊരു മാഷപ്പ് പോലത്തെ ഒരു പരിപാടി. അത് ലോകയിൽ പുള്ളിയാണ് എഡിറ്റിങ്. പുള്ളി അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഗംഭീരമായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്ലൈമാക്സ് ആണെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. മറ്റേ വിനീത് ശ്രീനിവാസൻ്റെ അത് ഭയങ്കര ക്രൗഡായിട്ട് ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. DOP വളരെയധികം ഗംഭീരമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു സിനിമ ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ എന്താണ്, പിന്നെ വേറെ എന്തുണ്ടായി വേറെ ഇന്നലെ പഞ്ചാബിൻ്റെ കളി, RCBയും പഞ്ചാബിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഗംഭീര കളിയായിരുന്നു. അവർ 6 കളി അടുപ്പിച്ച് ജയിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ഫുള്ള് തോൽവി. 5 കളിയാണ് അടുപ്പിച്ച് തോൽക്കുന്നത്. എന്ത് കഷ്ടം നോക്കിയേ. ഞാൻ പഞ്ചാബ് ഈ വട്ടം കപ്പടിക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ പോക്കാണ്. RCB നല്ല കയറ്റം കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല പഞ്ചാബ് തിരിച്ചു വരുമെന്ന്. എനിക്കറിയില്ല. അവർ ഗംഭീരമായിട്ട് കളിച്ചതായിരുന്നു കേട്ടോ ഫസ്റ്റ്. അവർ മിക്കവാറും കപ്പടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുംബൈൻ്റെ ഒരു നല്ലൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചു. അതും പോയി. അത് പിന്നെ ഞാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. കാരണം അവർ ഫസ്റ്റ് കളിക്കണ കളി ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം അവർ ഇതുവരെ കപ്പടിച്ചിട്ടില്ല. ഫസ്റ്റത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ അവർ കപ്പടിക്കാറില്ല പൊതുവെ. ഫസ്റ്റത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ അവർ പൊതുവെ കപ്പടിക്കാറില്ല. അപ്പോൾ ഫസ്റ്റത്തെ കളി തന്നെ അവർ ജയിച്ചു. അപ്പോൾ പഞ്ചാബ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും RCB അല്ലെങ്കിൽ GT. SRH ചിലപ്പോൾ, അറിയില്ല. ഇതിൽ 3 ആയിരിക്കും ചിലപ്പോൾ കപ്പടിക്കാൻ സാധ്യത. ഇപ്പോൾ GT നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ GTൻ്റെ ലാസ്റ്റത്തെ മാച്ച് ഒന്ന് ഔട്ടായി തോന്നുന്നില്ല അവർ. അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. ലാസ്റ്റത്തെ മാച്ച് ഔട്ടായോ? എനിക്ക് തോന്നുന്നു ഔട്ടായെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഓർമ്മകൾ കിട്ടുന്നില്ല. എന്തായാലും ഇനി കുറച്ച് കളി ബാക്കിയുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഫൈനൽ
എന്തായാലും IPL ഫൈനൽ നടക്കാൻ വേണ്ടി പോകുന്നത് എവിടെയെന്നറിയോ? മറ്റേ അഹമ്മദാബാദിലാണ്. ബാംഗ്ലൂരായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അഹമ്മദാബാദ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ MLAമാർക്ക്, ബാംഗ്ലൂരിലത്തെ MLAമാർക്ക് എന്നിട്ട് 10,000 ടിക്കറ്റ് ഫ്രീ ആയിട്ട് വേണം അത്ര. അതിൽ ആ കൂടി 35,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. അപ്പം അതിൽ 10,000 എന്ന് പറയുമ്പോൾ അതിലൊരു എന്താ പറയുക 20% തന്നെ മൊത്തത്തിൽ പോവണം. 20 80%, 100-80% സീറ്റ് തന്നെ പോയി. അപ്പം ലാഭം കിട്ടുന്നില്ല. പിന്നെ അഹമ്മദാബാദിൽ കാശൊക്കെ കിട്ടും. 1.5 ലക്ഷം രൂപയാണ് അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി. 1.5 ലക്ഷം ആൾ എന്നിട്ട് സീറ്റ് എവിടെ കിടക്കുന്നു? 35,000 സീറ്റ് എവിടെ വന്നു. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയായിരിക്കും? അത് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഗംഭീരമാണ്. അപ്പോൾ അഹമ്മദാബാദ് GTൻ്റെ ചിലപ്പോൾ RCBൻ്റെ ഫൈനലായിരിക്കും മിക്കവാറും. എനിക്കറിയില്ല, ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ എന്തായാലും നന്നായി കളിക്കട്ടെ. പഞ്ചാബ് കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയില്ല എന്തൊക്കെ നടക്കാൻ വേണ്ടി പോണേന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്ന് തിങ്കളാഴ്ച ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എത്ര ടൈമാണെന്ന് അറിയോ? 1:45 ഒരു മിനിറ്റ് ഇതിൽ നോക്കട്ടെ. 1:45 എനിക്ക് 3:30 ട്യൂഷൻ. അക്കൗണ്ടൻസിയാണ്. എനിക്ക് അക്കൗണ്ടൻസി ഇതുവരെ ട്യൂഷൻ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് +2 അക്കൗണ്ടൻസി ട്യൂഷൻ ടീച്ചർ വേറെയാണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. +1 വേറെ ആയിരുന്നു, പിന്നെ +2 വേറെ ടീച്ചറാവട്ടെ. അപ്പം എന്തായാലും 3:30 ട്യൂഷൻ. അപ്പോൾ കുറച്ച് ലുക്കായിട്ടൊക്കെ പോവാം. അവിടെ ഫുള്ള് ഇതെൻ്റെ മുടിയൊക്കെ ഫുള്ള് അലമ്പായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ചു. വെക്കേഷൻ ആയതുകൊണ്ട് വൈകിട്ടാണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ കുളിച്ചു. ഞാൻ 3:30 പോകാനുള്ളത് കാരണേ. അപ്പോൾ എന്തൊക്കെയായാലും 3 തൊട്ട് 5 മണി വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ 5:15 ആവും ചിലപ്പോൾ. ടൈം അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എന്തായാലും ഞാൻ മിനിഞ്ഞാന്നൊന്നും വീഡിയോസ് ഇടാത്തതുകൊണ്ട് ഇനി എന്തായാലും വേറെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇനി നാളെ എടുക്കാം വീഡിയോ. അപ്പോൾ എന്തൊക്കെയായാലും നാളത്തെ മാച്ച് ഏതാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ നാളെ പറ്റുകയാണെങ്കിൽ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പോകണ വീഡിയോസൊക്കെ പറ്റുവാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഗൈസ് ഓക്കെ, എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ഗൈസ്.